വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ പിന്നെ നമ്മുടെ വീട്ടിൽ ഭയങ്കര രാശിയാണ്. ഈ ശത്രുക്കളുടെ ശല്യം കൂടുതലാന്ന് പറയുന്ന പോലെ ബന്ധുക്കളുടെ വരവ് കുറച്ച് കൂടുതലാട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഒരു അതിശോക്തി പറഞ്ഞതാ. ഒരുപാട് റിലേറ്റീവ്സ് നമുക്ക് ഈ ഓണത്തോടനുബന്ധിച്ച് വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം നന്നായിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളത്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ, അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ നമ്മുടെ കുറച്ച് നാട്ടിൻപുറം വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ. അപ്പം ഞാനാണ് കുക്ക് ചെയ്യുന്നത്. അമ്മ എന്നെ കിച്ചൺ ഏൽപ്പിച്ച് താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മ പറഞ്ഞു, എല്ലാ സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്, നിനക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതങ്ങ് ഉണ്ടാക്കിക്കോളാം. ഞാൻ പറഞ്ഞ അമ്മ സദ്യ എല്ലാം കഴിച്ച് എല്ലാവരും മടുത്തിരിക്കുകയായിരിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, റൈസും ചിക്കനും വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും, ഈ റൈസൊക്കെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്നതായതുകൊണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബസ്മതി റൈസ് തന്നെയാണ് മേടിക്കുന്നത്. അത് കുറച്ച് കഴുകി നന്നായിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷമാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. പിന്നെ എനിക്കിത് വെച്ച് കുറച്ച് പരിചയമുള്ളതുകൊണ്ട് ഇതിൻ്റെ വേവൊക്കെ കറക്റ്റ് അറിയാം, ഇങ്ങനെ ഒട്ടിപ്പോവാനൊന്നും പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒരേ രീതിയിലൊക്കെ കട്ട് ചെയ്തു. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഞാനിവിടെ നമ്മൾ ചില കല്യാണ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോഴേ അന്നത്തെ തലേ ദിവസം അവിടെ ഒരു ടൈപ്പ് ഓഫ് പൈനാപ്പിൾ ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു റൈസും ചിക്കനും കഴിക്കാൻ കിട്ടത്തില്ലേ, ആ ഒരു ടൈപ്പ് ഉണ്ടാക്കാം, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുക്ക് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് റൈസൊക്കെ വേവിച്ച് നന്നായിട്ട്, അത് ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. അപ്പം നമ്മൾ അത് പെട്ടെന്ന് തന്നെ എൻ്റെ പ്രഷർ കളഞ്ഞിട്ട് കുറച്ച് ഐസ് വാട്ടറും മണ്ടേ കൂടെ ഒന്ന് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവിന് നമുക്ക് നമ്മുടെ റൈസ് കിട്ടും. അതൊന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. ഇനി നമ്മളിത് നെയ്യിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും നെയ്യ് ഒഴിക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പം ഞാൻ അതിന് കുറച്ചും കൂടെ ഒരു പ്രിഫറൻസ് കൊടുത്തിട്ട് ചെയ്യുവാണ്. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ നമ്മുടെ നെയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു നല്ലൊരു ആരോമ, അല്ലെങ്കിൽ എന്താ നല്ലൊരു ഫ്ലേവർ, അത് ആ റൈസിന് കംപ്ലീറ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അതിന് ശേഷമാണ് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യാറുള്ളത്. ചിലപ്പം ഇതിലും കുറച്ചും കൂടെ നീളം കൂട്ടിയിട്ട് കട്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നന്നായിട്ട് ചെറിയ സ്ക്വയർ പീസിലും കട്ട് ചെയ്യും. അത് ഞാനൊരു ടൈപ്പ് ഓഫ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ടൈപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. എൻ്റെ മനസ്സിൽ ഇത് ഇങ്ങനെ റൈസിൽ കിടക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത്. പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 12 പേർക്കൊക്കെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇത്രയും പേർക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ്. ഒരു 7-8 പേർക്ക് ഒക്കെ വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ടുണ്ട്, അതും തനിയെ, വിത്തൗട്ട് എനി ഹെൽപ്പ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം റെഡി ആവുമോ, എല്ലാം ഒക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സോ ഞാനിവിടെ ഫസ്റ്റ് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസും ടൊമാറ്റോ അതുപോലെ തന്നെ കുറച്ച് സവോള കട്ട് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല, ഞാൻ പറഞ്ഞൊരു സ്റ്റൈലിൽ എനിക്കിത് വേണമായിരുന്നു, അതുകൊണ്ട് ക്യാപ്സിക്കം ഒഴിവാക്കി. അതിനുശേഷം ഞാനിവിടെ ആപ്പിൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ, നല്ല പഴുത്ത പുളിപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് പൈനാപ്പിൾ കിട്ടും, അത് വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. പക്ഷെ ഞാനിവിടെ ആപ്പിൾ ചേർത്തു. അതിനുശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരുപാട് ഓവർ കുക്ക് ആവരുത്, സംഭവം പാളിപ്പോവും. ഒരുമാതിരി എന്താ പറയുക, കറി പോലെ ആയിപ്പോവും. അങ്ങനെ ആവല്ല്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പേസൊക്കെ ആദ്യം നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സോട്ടായി വന്നതിന് ശേഷം കുറച്ച് ആപ്പിൾസിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതൊന്ന് ചൂട് തട്ടിക്കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കുക്കാവും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല. അതിനുശേഷം നമ്മൾ ഒരു 4 മുട്ട വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, മിക്സർ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ എഗ്ഗ് ചേർക്കുന്നുണ്ട്. ആ ഒരു നെയ്യും എണ്ണയൊക്കെ കിടക്കുന്ന ആ ഒരു സ്പേസിലോട്ട് തന്നെ ഒരു 4 മുട്ട ഒന്ന് ക്രാക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ചിക്കി എടുക്കാന്നൊക്കെ പറയില്ലേ, നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങ് ഉണ്ടാക്കുക. പക്ഷേ ഇത് മുട്ടത്തോരൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട, ആ ഒരു ഇളക്കം മീൻസ് ഇളക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് ചിക്കി ഇങ്ങനെ എടുക്കത്തില്ലേ,
അതിന് ഇനിയിപ്പോൾ വേറെ വല്ല പേര് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ദേ ഇതുപോലെ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്തെ ഞാനിങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുക്കളയിലോ അല്ലെ കിച്ചണിലോ ഒന്നും ആരും വരത്തില്ല കേട്ടോ. കാരണം അവർക്കറിയാം ഞാൻ എന്തായാലും നല്ലൊരു സെറ്റ് സാധനം ഉണ്ടാക്കും എന്നുള്ളതൊരു കോൺഫിഡൻസ് എൻ്റെ വീട്ടുകാർക്കുണ്ട്. സത്യത്തിൽ ഞാൻ എൻ്റെ അമ്മ റൈസും ചിക്കനും വെച്ച് ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ കോമഡി ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് റൈസും ചിക്കനും ഉണ്ടാക്കാൻ അറിയില്ല. ഇപ്പം എനിക്കേ അറിയൂ. പിന്നെ അത് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ നല്ലതായതുകൊണ്ടായിരിക്കാം അമ്മ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെയാണ് അപ്രോച്ച് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞാൻ ആ ഒരു ഇത് തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ എഗ്ഗൊക്കെ ചിക്കി എടുത്തു. ഇനിയും വെജിറ്റബിൾസ് ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ഉപ്പൊന്നും ഈ സമയത്ത് ചേർക്കണം എന്നില്ല, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഞാൻ റൈസിൽ ഉപ്പ് ചേർക്കാതാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസോ അതല്ലെങ്കിൽ ചില്ലി സോസൊക്കെ ചേർക്കാം. ഞാനിവിടെ സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം ഇത് കുറച്ച് നേരം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കണം. അപ്പോൾ സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഞാൻ ഇത്രയും സോസാണ് ഒഴിച്ചത്, കാരണം ഒരു 10-12 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ക്ഷീണിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. എനിക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇത്രയും ഇതേ ലെവലിൽ കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി വാഷ് ചെയ്തൊക്കെ എടുക്കാൻ തന്നെ സമയമെടുത്തു. അതിനുശേഷം ഇപ്പം അതെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ സോസ് ഒഴിച്ചിട്ട് നമ്മൾ വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് കുക്ക് ചെയ്തു. ഇനി ഞാൻ ചെയ്യാറുള്ളത് ഇതിലേക്ക് തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒരുപാടിട്ട് ഇളക്കത്തൊന്നുമില്ല. ഇനി റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ആഡ് ചെയ്തു. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ട് അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. റൈസ് ഒന്ന് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുവാണ്. ടൈം എടുത്ത് പതിയെ ചെയ്താൽ മതി, ഇല്ലേ നമ്മുടെ റൈസൊക്കെ അങ്ങ് പൊട്ടി പോവും. അങ്ങനെ ഒരു നീളത്തിൽ കിടക്കത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഈ റൈസ് കണ്ടപ്പോൾ മനസ്സിലായി കാണും കറക്റ്റ് വേവിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. റൈസിനും കൂടെ വേണ്ടിയിട്ടുള്ള ഓയിലും അതല്ലെങ്കിൽ നെയ്യൊക്കെയാണ് നമ്മൾ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡയൊക്കെ യൂസ് ചെയ്യാം. എനിക്കത് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്തന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയും ഒരുപാടിട്ട് ഇളക്കി അങ്ങനെ ഫുൾ അതിൻ്റെ കളറൊന്നും ഇളകേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. ഇതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി, എസൻസിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ കുറച്ചും കൂടെ റൈസിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വെജിറ്റബിൾസിൻ്റെ നെയ്യുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ റൈസിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റൈസ് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. ചിക്കൻ കറി ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കുറച്ച് മല്ലിയിലയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് ചതച്ചതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തു. ഇനി നമ്മൾ കുറച്ച് തക്കാളി, സവോള, അതുപോലെ തന്നെ കറി ലീവ്സ്, കുറച്ച് മല്ലിയില ഇതെല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് കഴുകി വെച്ചത് ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുക. അത് ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. കുറച്ച് കറി ലീവ്സും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് എന്താ പറയുക, ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും, നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് എരിവും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇത് മാത്രം ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചോ, അതല്ലെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലൊന്ന് ഫ്രൈ ആയി വരും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ചെയ്യുമ്പം കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് നമ്മൾ ഈ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകത വേണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
മല്ലിയിലയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. സെപ്പറേറ്റ് ചെയ്ത് ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിടാം. അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, വയണയില എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഈ കുമ്പളപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, അത് യൂസ് ചെയ്താലും മതി. പക്ഷെ ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് അതൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡിലൊന്ന് ഫ്രൈ ആയി വരും. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ചിക്കൻ്റെ പീസസ് എടുക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് ഹാർഡായി പോവും. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡിലൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇത് തന്നെ പക്ക റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവാണ് ഇനി. അപ്പോൾ നമ്മുടെ മസ്റ്റാർഡ് സീഡ്സ് ഒക്കെ ഇട്ട് ഒന്ന് ടെമ്പർ ചെയ്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയിലയുടെ ഒക്കെ ഒരു മിശ്രിതം ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറി വരുന്ന ഒരു സമയം വരും. അപ്പോൾ നമുക്ക് ആ ഫ്ലേവർ ഫീൽ ചെയ്യുന്ന സമയത്ത്, ആ ഒരു അരോമ കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു മണം ഒന്ന് എന്താ പറയുക, ഒന്ന് താഴ്ന്നു വരുന്ന സമയത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് മീൻസ് നമ്മുടെ ഓണിയൻ, ടൊമാറ്റോ അതിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഉപ്പ് ലാസ്റ്റ് ചേർത്താലും മതി. അപ്പം ഞാനിവിടെ പെട്ടെന്ന് വെന്ത് കിട്ടേണ്ടത് കൊണ്ട് നേരത്തെ കുറച്ച് ഉപ്പൊക്കെ ചേർക്കും. ഓൾറെഡി ഇതുണ്ടാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ടായി. നമ്മളിതെല്ലാം ചെയ്ത് വന്നപ്പം ഇച്ചിരി കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവർ വൈകിട്ടേ വരത്തുള്ളായിരുന്നു. അപ്പോൾ ഒരു രാവിലെ ഒരു 10-11 ആയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്ക് മീൻസ് വെള്ളത്തിൽ കലക്കി ചെറിയ ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വേണേലും ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചാലും മതി. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന നോർമൽ വാട്ടർ യൂസ് ചെയ്താലും മതി. ഇനിയും നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മാരിനേഷൻ ചെയ്യുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കറിയിൽ ഇങ്ങനെ കിടക്കും, അതൊരു രസമില്ല. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരട്ടും. ഇനി നമ്മുടെ സെയിം മസാലകളൊക്കെ തന്നെ ചേർക്കുക. ചിക്കൻ മസാല അതുപോലെ തന്നെ അതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ചിക്കൻ കറിയുടെ റെസിപ്പി. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ കറിയെക്കാട്ടിലും അടിപൊളിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിച്ചവർ പറഞ്ഞതാണ്. അപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു, എടി റെസിപ്പി ഇടണേ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കംപ്ലീറ്റ്ലി എല്ലാം പറഞ്ഞിട്ട് റെസിപ്പി ഇടുന്നത്. പിന്നെ ഓൾറെഡി നമ്മുടെ ഫുഡൊക്കെ കുറച്ച് സ്പൈസി ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഇങ്ങടെ സെറ്റ് ചെയ്യാമെന്ന്. അമ്മ ഓൾറെഡി ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. പക്ഷേ ഫ്ലേവർ അത്ര സെറ്റ് അല്ല നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ സ്ട്രോബെറി അതല്ലെങ്കിൽ പിസ്ത ഫ്ലേവർ കിട്ടണം. അറ്റ്ലീസ്റ്റ് ബട്ടർ സ്കോച്ച് എങ്കിലും കിട്ടണം. വാനില ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. സോ നമ്മൾ വാനില തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്തത്. എന്തായാലും ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എൻ്റേതായിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് മാരിനേഷനൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്പും ഞാനിവിടെ പറയുന്നില്ല. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സൂത്രവിദ്യ നമുക്ക് മാത്രമായിട്ട് അറിയണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 പെറ്റ്സ് ഉള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഓ മൈ ഗോഡ്, 2 ഇല്ല കേട്ടോ. ഒരാൾ ചത്തുപോയി. പെട്ടെന്ന് 2 പേരെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഒരാളാണുള്ളത്. അപ്പോൾ ഒരു പേർഷ്യൻ ക്യാറ്റാണ്. അതിൻ്റെ കണ്ണിന് ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെ വന്നത്. എന്താണെന്ന് അറിയില്ല, ചൂട് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ വിചാരിച്ചു ഡോക്ടറിനെ കാണിക്കാമെന്ന്. ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഇവിടെ നമ്മുടെ ജില്ലാ മൃഗാശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ ഈവനിങ് ടൈമാണ് പോയത്. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു ഐ ഡ്രോപ്പ് തന്നത് ഒഴിച്ചാൽ മതി, 5 ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒരു 2 days ആയി. ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ ലേറ്റ് ആയതാണ്. കുഴപ്പമൊന്നുമില്ല, ആളിപ്പം
സെറ്റാണ്. അതിനുശേഷം നമ്മൾ സിംബയ്ക്കുള്ള ഫുഡും പിന്നെ ആളുടെ ഷാമ്പൂ ഒക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ വാങ്ങി ഇവിടുന്ന്. അതെല്ലാം വാങ്ങാൻ ഇവിടെ വന്നപ്പോൾ കുറേ ബേർഡ്സും ലവ് ബേർഡ്സിനെ ഒക്കെ കണ്ടു. അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കിളികളെ. പിന്നെ അതിനെയും കൂടെ നോക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ല വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ നിർത്തി ആഗ്രഹമൊക്കെ മനസ്സിൽ തന്നെ വെച്ചേക്കുക. അപ്പോൾ ഇപ്പം ഇത് ഏകദേശം വൈകിട്ടായി അവർ വന്നപ്പോഴത്തേക്ക്. അവർ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായി. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല തലവേദനയും ദേഹത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡ് കൊടുക്കുന്നിടം വരെ എനിക്കൊരു ടെൻഷനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. അമ്മയ്ക്കും അതൊരു, അമ്മ എന്നാലും പറഞ്ഞു എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും വന്ന് അവർ നന്നായി എന്നൊന്ന് പറഞ്ഞ് കേൾക്കാൻ ഞാനങ്ങനെ ചോദിക്കത്തില്ല. അവർ പറയുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കും. അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കിയത് ലാസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ അമ്മ തന്നെ ഒഴിച്ചു വെച്ചേക്കുന്ന നല്ല തൈരാണ്, നല്ല കട്ട തൈരാണ്. നമുക്കിങ്ങനെ പൂളിയെടുക്കാം. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ തൈരൊക്കെ ചേർത്തിട്ട് ഒരു സലാഡ് ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ടൊമാറ്റോ, അതുപോലെ തന്നെ ചില്ലി, നമ്മുടെ സാധാരണ എടുക്കുന്ന ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തു. നിങ്ങൾക്ക് ഈ തൈര് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി ആയിട്ടുള്ള സാലഡായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ സാലഡ് പെട്ടെന്ന് തീർന്നു, നല്ല ടേസ്റ്റി ആയിരുന്നുകൊണ്ട്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ, നല്ല തിക്കായിട്ട് നല്ല തൈരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സാലഡ് അടിപൊളിയായിരുന്നു. അപ്പം അതും ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് നല്ല സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് ഞാനൊരു വാനിലയുടെ ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു ഞങ്ങൾ രണ്ടാമത് പോയ നേരത്ത്. അപ്പോൾ അത് ആഡ് ചെയ്തു. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മളിവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ കുറച്ച് ഐസ്ക്രീം ഷോപ്സ് ഉള്ളത് കൊണ്ട് അരുൺ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഉണ്ട്. എപ്പോഴും അതാണ് മേടിക്കുന്നത് ഞാൻ. പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യും. ഇവിടെ കുറച്ച് ബദാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പം ബാദാം ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ടു. അതും ഓപ്ഷനിലാണ്, വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ഐസ്ക്രീം ഓരോ സ്കൂപ്പായിട്ട് എടുത്തിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് മിക്സ് ചെയ്യുക. പക്ഷെ ഒരുപാട് വെള്ളം പോലെ അങ്ങ് ആവുന്നവരെ മിക്സ് ചെയ്യല്. ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്നുള്ളൂ. ആ ഒരു തിക്നെസ്സിൽ കിട്ടണം. നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡിന് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലൊക്കെ എടുക്കാം. ഞാനിവിടെ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട്, നമ്മുടെ മാതള നാരങ്ങയില്ലേ അതെടുത്തിട്ടുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ആപ്പിളൊക്കെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡും ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയായി. ഇനി ഫൈനലായിട്ട് പപ്പടം കൂടെ വേണം. അച്ചാർ ഇവിടെ നമ്മൾ ഓണത്തിന് ഇട്ടതോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് തീർന്നില്ല. നാരങ്ങ അച്ചാറാണ്, അതുണ്ടായിരുന്നു. പിന്നെ മാങ്ങ അച്ചാറും ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇത്രയും തന്നെ ധാരാളം എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പപ്പടമൊക്കെ ഉണ്ടാക്കി. പപ്പടം ഉണ്ടാക്കാൻ അമ്മ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം അമ്മ ഇവിടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും തൂത്തും തുടച്ചൊക്കെ ഇരിക്കും. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്നും കൂടെ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അത്യാവശ്യം നല്ല വൈകിട്ടായപ്പോഴാണ് അവർ വന്നത്. അങ്ങനെ അവരെ ഇരുത്തി അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇടയ്ക്ക് ഹോളിലൊക്കെ പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യും. എനിക്കാണെങ്കിൽ ഈ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ മാറും, എന്നാലും സെറ്റാണ്. അങ്ങനെ ഞാനിവിടെ വന്ന് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ കണ്ട് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് അമ്മ അതേ ഫുഡൊക്കെ വിളപ്പിക്കൊണ്ട് പോവാണ്. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് റൈസ് എടുത്തു വെച്ചു. പിന്നെ ചിക്കൻ കറി, നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ സെപ്പറേറ്റ് ചെയ്തു, ബൗളിലാക്കി വെച്ചു. അപ്പം തന്നെ കൊടുത്തു കേട്ടോ. ഫുഡ് സെർവ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡും കൂടെ കൊടുത്തു. അങ്ങനെ ഞാൻ അവരങ്ങനെ ആദ്യത്തെ ഉരുള കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഈ പാലക്കാടുകാരുടെ ടേസ്റ്റൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവർ നമ്മൾ വെക്കുന്ന പോലെ അല്ല അവർ സാമ്പാറൊന്നും വെക്കുന്ന പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സദ്യ അങ്ങ് ഒഴിവാക്കിയതും. പിന്നെ ഈ റീസെൻ്റ്ലി എല്ലാം സദ്യ ആയിരുന്നല്ലോ. പിന്നെ കോമഡി അതൊന്നുമല്ല, ഞാൻ രാവിലെ അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് രാവിലെ 10 മണിയായപ്പോൾ എഴുന്നേറ്റപ്പം ആട് കിടന്നിടത്ത് ആട്ടിൻ രോമം പോലും കാണാനില്ലെന്ന് പറഞ്ഞ പോലെ അവരെല്ലാം എന്താ പറയുക പൊടിയും തട്ടിപ്പോയി. രാവിലെ തന്നെ പോയി. പോയവരൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു 3 കള്ളപ്പവും കുറച്ച് ചിക്കൻ കറിയും ചായയൊക്കെ കുടിച്ചു. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ,
ഇതാരാ ഫുഡ് ഉണ്ടാക്കിയ, അമ്മയാണോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു അല്ല, മോളാ ഉണ്ടാക്കിയത്, ഇളയ മോളാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാ. അപ്പോൾ ആ മോളും അവരുടെ കൂടെ 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു ചേച്ചി ഫ്രൂട്ട് സലാഡിനൊക്കെ എന്തൊരു ടേസ്റ്റാ, ചേച്ചിയാണോ ഉണ്ടാക്കിയ, പൊളിയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലും എൻ്റെ വീട്ടുകാരുടെ മനസ്സിലും മോളെ മനസ്സിലേട്ട് പൊട്ടി ആ അവസ്ഥയായിരുന്നു. ഒരു ഓസ്കാർ അവാർഡ് ഞാൻ മേടിച്ച സന്തോഷം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒരാളുടെ വയറ് നിറച്ച് ഉണ്ടാക്കിയിട്ട്, അതും അവർ ഞങ്ങളെ കണ്ടിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് പോലും അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒത്തിരി കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഫോൺ വഴി കോണ്ടാക്ട്സോ ഒന്നുമില്ല, പെട്ടെന്നാണ് അവർ വരുന്നെന്ന് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മൾ കൊടുത്ത ഫുഡിനെ പറ്റിയിട്ട് ഒരഭിപ്രായം പറയണമെങ്കിൽ അവർ അത്രയും നന്നായിട്ടായിരിക്കുമല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ അവള് എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് അനുചേട്ടൻ്റെ അടുത്ത് പറയാണ് നമുക്ക് അഡോണിസിനെയും കൂട്ടിയിട്ട് അപ്പുറത്തൊരു സ്പോട്ടുണ്ട് അവിടെ വരെ പോകാമെന്ന്. നമ്മുടെ വീടിന് കുറച്ച് താഴെയുള്ള പറമ്പാട്ടോ, ഒത്തിരി ദൂരെയൊന്നുമല്ല, കുറച്ച് താഴെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എപ്പോഴും നല്ല കാറ്റൊക്കെയാണ്. പിന്നെ അത്യാവശ്യം കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ ഒന്നുമല്ല, എപ്പോഴും ആ തോട്ടമൊക്കെ അത്യാവശ്യം ടാപ്പിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് നല്ല സ്ഥലമാണ്. പോവാനൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടെ ഒരു ദിവസം ഞാൻ ലൈവിൽ ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ സത്യത്തിൽ ഒരു മരണം നടന്നിട്ടുണ്ട്, ഒരു ദുർമരണം. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും വരത്തില്ല. എന്തൊക്കെയോ നമ്മുടെ നാട്ടുകാരല്ലേ അങ്ങനെ ഓരോന്നൊക്കെ പറയും. പക്ഷെ എനിക്കതിലൊന്നും വലിയൊരു ഇതില്ലാത്തത് കൊണ്ടും നമ്മളവിടെ പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു സ്ഥലം ആസ്വദിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ റീസൺസ് പറഞ്ഞൊഴിഞ്ഞു മാറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിവേ അവിടെയൊക്കെ പോയി നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അഡോണിസിനെ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ ഇവിടെയൊക്കെ അറിയാം കേട്ടോ. അനുചേട്ടനും ഓൾറെഡി അറിയാം. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. നല്ല സ്പോട്ടാണ്. ഇവിടെ വൈകിട്ട് വന്നിരിക്കുന്ന ഒരു കപ്പ് കോഫിയൊക്കെ കുടിച്ച് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ട് സൊറ പറഞ്ഞിരിക്കാൻ നല്ല സ്ഥലമാണ്. പക്ഷെ എല്ലാവരും ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്ലേസ് അങ്ങനെ ഒഴിച്ചിട്ടേക്കാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീമിൽ ഞാനും അഡോണിസും കൂടെ ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് കഴിച്ചു. അപ്പോൾ അതൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീമിൽ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കുക. ഒരു പ്രത്യേക കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. സോ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. സോ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.